നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ്? നമ്മൾ ആദ്യം കണ്ടപ്പോഴും ശക്തമായ മഴയായിരുന്നു, വീടുകളിലും മറ്റും വെള്ളം കയറുന്ന സാഹചര്യമായിരുന്നു. നിലവിൽ എന്തെങ്കിലും ആശ്വാസകരമായ വാർത്തയുണ്ടോ? മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ? മഴ അതുപോലെ തന്നെ തുടരുകയാണ് സിന്ധൂരി. ഞാനിപ്പോഴുള്ളത് മലപ്പുറത്ത് നിന്ന് കോട്ടക്കലിലേക്ക് പോകുന്ന സംസ്ഥാന പാതയിലാണ്. ഇവിടെ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ പാതയിൽ, അതായത് മലപ്പുറം കോട്ടക്കൽ പാതയിൽ ഗതാഗതമേ ഇല്ല. മണ്ണ് മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ടിപ്പറുകളിലാക്കി ഇത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയാണിത്. ഈ റോട്ടിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ ഈ റോഡിൻ്റെ മുഴുവൻ ഭാഗവും ഇങ്ങനെ നോക്കുന്നു. നാട്ടുകാരൊക്കെ ചേർന്ന് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനവും മറ്റുമൊക്കെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത, ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് റോഡിൻ്റെ ഇരുവശത്തിലും വലിയ കുന്നാണ് ഉള്ളത്. അത് പൂർണ്ണമായി ഇടിഞ്ഞ് താഴേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് രാവിലെ ഇവിടെ സംഭവിച്ചത്? എന്താണ് ഇവിടെ നിങ്ങൾ ഈ പ്രദേശത്തുള്ളവരല്ലേ, കണ്ട ആളുകളാണ്? ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇത് കാണാനും ഒക്കെ വന്നവരുണ്ട്. ഈ ട്രോമ കെയറിൻ്റെ ഒക്കെ പ്രവർത്തകർ ഇവിടെ എത്തി ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം, എപ്പോഴാണിത് സംഭവിച്ചത്? അപ്പുറത്താണ്. ഇതാ, നമുക്ക് ഇവരോട്, സാറേ എപ്പോഴാണിത് സംഭവിച്ചത്? ഇത് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം ഉള്ളത്. പക്ഷേ 4 മണിക്ക് അവർ വിളിക്കുന്ന സമയത്ത് റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ആയിരുന്നില്ല. പിന്നെ ഒരു 4:30 കൂടിയാണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ആയിട്ടുള്ളത്. ഇപ്പോൾ ഗതാഗതം എങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ നമ്മൾ റോഡ് 2 റൂട്ടുകൾ പോലീസ് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മരങ്ങളും തെങ്ങൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വീണ്ടും ഇടിയാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് എന്തായാലും റോഡ് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ആ മരങ്ങളും തെങ്ങുകളൊക്കെ പൂർണ്ണമായി മുറിച്ചു മാറ്റി ഇടിയാൻ സാധ്യതയുള്ള മണ്ണ് പൂർണ്ണമായി എടുത്ത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ടിപ്പർ ലോറി ഉപയോഗിച്ച് മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്ത് പൂർണ്ണമായും ഇവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തും ഇടിയാൻ സാധ്യതയുള്ള ഭാഗങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ പൂർണ്ണമായും മലപ്പുറം തിരൂർ റോഡ് ഗതാഗത യോഗ്യമാക്കും. ഇപ്പോഴും 2 സൈഡിലൊക്കെ ഇതുപോലെ മണ്ണുകളുള്ള ഈ മഴ ഇതുപോലെ തന്നെ തുടർന്ന വലിയ അപകടം ഉണ്ടാവില്ലേ? നേരത്തെ ഒരു അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാം, അവിടെ ഒരു റീറ്റെയിനിങ് വാൾ കെട്ടിയിട്ടുണ്ട്, ആ കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി ഒരു പാറ പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ റീറ്റെയിനിങ് വാൾ കെട്ടാത്തത്. പക്ഷേ ഈ ഒരു മണ്ണിൻ്റെ ഒരു ഘടന വളരെ പെട്ടെന്ന് വെള്ളം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ലൂസ് ആവുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനിയൊരു വീണ്ടും മറ്റൊരു ബ്ലോക്ക് ഒഴിവാക്കുന്നതിനും അപകട സാധ്യത ഒഴിവാക്കുന്നതിനും പൂർണ്ണമായും ഈ പാറയോട് ചേർന്ന് വരെ മണ്ണ് എടുത്ത് മാറ്റുന്നത്. തീർച്ചയായും ഇവിടെ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ ഒരു 20 മിനിറ്റിൽ ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും മലപ്പുറത്ത് നിന്ന് കോട്ടക്കലിലേക്ക് പോകുന്ന പാതയിലാണ് ഈ വലിയ ഒരു മണ്ണിടിച്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സിന്ധൂരി. ശരി സ്വാലി.